കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന് 6 മാസത്തെ അവധി അനുവദിച്ച് കൗൺസിൽ യോഗം. പൗണ്ട് കടവ് വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് വിമതൻ സുധീഷ് സുഗതന് പിന്തുണ നൽകി. 100-ൽ 51 പേരുടെ പിന്തുണയോടെയാണ് അപേക്ഷ പാസ്സായത്. കാപ്പ കേസ് പ്രതിയായി ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം കൗൺസിലർ സുഗതന്റെ അസാന്നിധ്യം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണത്തെ ബാധിക്കുമോ എന്നുള്ളതായിരുന്നു പ്രധാന ചോദ്യം. ഇന്നിപ്പോൾ അതിന് തീരുമാനമുണ്ടായിരിക്കുന്നു. തൽക്കാലത്തേക്കില്ല. വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ ആർ. സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുഖേന അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് പ്രകാരം അദ്ദേഹത്തിന് 6 മാസത്തേക്ക് കൗൺസിലിൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആവശ്യം ഈ കൗൺസിൽ യോഗം അംഗീകരിക്കുകയാണ്. 100 അംഗ കൗൺസിലിൽ സുഗതൻ ഇല്ലാതെ ബി.ജെ.പിയുടെ അംഗസംഖ്യ 50, ഭൂരിപക്ഷത്തിന് 51 വേണം. അതിനായി പൗണ്ട് കടവിൽ നിന്നും കോൺഗ്രസ് വിമതരായി മത്സരിച്ച് വിജയിച്ച സുധീഷിനെ ബി.ജെ.പി. ഒപ്പം കൂട്ടി. ബി.ജെ.പിക്ക് അല്ല പിന്തുണയെന്നും വ്യക്തിപരമായി സുഗതനുള്ള പിന്തുണയാണ് താൻ നൽകുന്നതെന്നും സുധീഷ് പറയുന്നു. സുഗതൻ ആസ് എ കൗൺസിലർ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഞാൻ പിന്തുണയ്ക്കേണ്ട എൻ്റെ ആവശ്യകതയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള സമയങ്ങളിൽ സപ്പോർട്ട് ചെയ്യും. സുഗതന് 6 മാസത്തെ അവധി നൽകിക്കൊണ്ടുള്ള തീരുമാനമുണ്ടായ ശേഷം പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധം ആരംഭിച്ചു. പക്ഷേ അജണ്ടകളുമായി മുന്നോട്ട് പോകാനായിരുന്നു മേയറുടെ തീരുമാനം. ന്യായത്തെ വെല്ലുവിളിക്കൽ മാത്രമാണ് ഈ പറയുന്ന മേയർ ചെയ്തിരിക്കുന്നത്. കാപ്പ കേസിനകത്ത് ഡീറ്റെയിൻ ചെയ്ത് കിടക്കുന്നത് ഹൈക്കോടതി ശരിവെച്ച ഒരു കേസിനകത്ത് ഒരു ഇടപെടൽ കൂടിയാണ് ഈ മേയർ നടത്തിയിരിക്കുന്നത്. നിയമവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് നടത്തിയിരിക്കുന്നത്. കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് അവധി കൊടുക്കുന്നത്? മുനിസിപ്പാലിറ്റി ആക്ടിൽ വകുപ്പൊന്നും അവധി എന്നൊരു വകുപ്പില്ല. ദർ ഇസ് നത്തിങ് ലൈക്ക് ലീവ്. ഒരിടത്തും കോഡിഫൈ ചെയ്തിട്ടില്ല. നിയമപ്രകാരം 3 കൗൺസിലിൽ ശ്രീ സുഗതൻ വന്നിട്ടില്ല. അദ്ദേഹത്തിന് അംഗത്വം റദ്ദാക്കണം. ഇത് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനടുത്ത് സംസ്ഥാന സർക്കാരിനോടും സെക്രട്ടറിയോടും പോകാൻ പോവുകയാണ്. കാപ്പ കേസ് പ്രതിയാണ് എങ്കിലും കൗൺസിലർ എന്ന നിലയിൽ സുഗതന് അനുകൂലമാകുന്ന തരത്തിലൊരു സർക്കുലർ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് എന്ന് വി രാജേഷ് പറഞ്ഞു. സർക്കുലർ കൗൺസിലിൽ രാജേഷ് വായിച്ചു. ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിന്റെ അടിസ്ഥാനം എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ ഇടതുപക്ഷം കോൺഗ്രസിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കി ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.